ഹലോ മച്ചമാരെ, ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കാവിൽ ഇറങ്ങാൻ 18 മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഇന്ന് കാണാൻ കഴിയുന്നത്. കളക്ഷൻ കുതിപ്പ് അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 2,80,00,000 രൂപ കടന്നിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷൻ. ഇന്നലെ നൈറ്റ് വരെ ലഭിച്ച കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ലഭിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ രാത്രി 12 മണി വരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 1,52,00,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 13,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 66,00,000 രൂപയും നേടി 2,31,00,000 രൂപയായിരുന്നു ഇന്നലെ നൈറ്റിൽ സിനിമ നേടിയത്. ഇന്ന് ഡീറ്റെയിൽഡ് റിപ്പോർട്ടുകൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇന്ന് മറ്റൊരു ഗംഭീരമായ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗദി അറേബ്യയിൽ സിനിമയുടെ ബുക്കിംഗ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു കലാശക്കൊട്ടിലേക്ക് സിനിമ എത്തുന്നു. 45-50 രാജ്യങ്ങളിലോളം സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ്. എന്താണേലും മികച്ച രീതിയിലേക്ക് കളങ്കാവിൽ പോകുമ്പോൾ UK, അയർലാൻഡിൽ നിന്ന് ഏകദേശം വമ്പൻ കളക്ഷൻ തന്നെയാണ് പ്രീസെയിലൂടെ വന്നിരിക്കുന്നത്. ഏകദേശം 4,000-ന് മുകളിലുള്ള ഡോളറുകൾ സിനിമയ്ക്ക് രാവിലെ തന്നെ അല്ലെങ്കിൽ 4 മണിക്കൂറിന് മുമ്പുള്ള അപ്ഡേറ്റുകളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻ സെക്ടറിൽ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. 75-ന് മുകളിലുള്ള പുതിയ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യൻ ടെറിട്ടറിയിൽ 450-ന് മുകളിലുള്ള ഷോകളും വന്നിരിക്കുന്നു. എന്താണേലും വമ്പൻ റിലീസാണ് മമ്മൂട്ടി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. റിയൽ ടൈം ആയിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 25 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യൻ സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊരു മികച്ച കളക്ഷൻ തന്നെയായിട്ട് വരുന്നു. ഇനി റെക്കോർഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളും തകർക്കാനായിട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇനിയും കളങ്കാവലിൻ്റെ പുതിയ പോസ്റ്ററുകളും പുതിയ അപ്ഡേറ്റുകളും വരുമ്പോൾ വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത് 4 കോടിയോളം കളക്ഷൻ വരുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ്. എന്താണേലും മണിക്കൂറിൽ ഇപ്പോൾ 2,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയാണ്. ഇന്ന് രാവിലെ ബുക്കിംഗ് തുടങ്ങി ഇതുവരെ ഏകദേശം 9,000-ഓളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി വിറ്റുപോയിരിക്കുന്നത്. എന്തായാലും മികച്ച ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ കാത്തിരിക്കുകയാണ്. ഏതൊരു നടൻ്റെയും ഭാഗ്യമായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതായത് ഒന്നുമല്ല, ഒരു നടൻ്റെ പെർഫോമൻസിന് കാണാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം. സാധാരണ പല സിനിമകളുടെയും കഥയും കാര്യങ്ങളും ഒക്കെ കാത്തിരിക്കുമ്പോൾ ഒരു നടൻ്റെ മികച്ച പെർഫോമൻസ് കാണാൻ കൊതിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്ന ഒരവസരം, അതുതന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് ഏറെ വിശേഷിപ്പിക്കാനുള്ളത്. അപ്പോൾ കാത്തിരിക്കാം. പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളുമായി നമ്മൾ വരാം. താങ്ക് യു ബ്രോസ്.